വിശുദ്ധ പുരുഷന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദാനിയേൽ പുസ്തകത്തിന്റെ 4-ാം അധ്യായം നെബൂഖദ്നേസർ രാജാവിന്റെ അഹങ്കാരവും ദൈവത്തിന്റെ വിനയപാഠവും പഠിപ്പിക്കുന്നു. നെബൂഖദ്നേസർ ഒരു വലിയ വൃക്ഷത്തെക്കുറിച്ച് സ്വപ്നം കണ്ടു. അത് ഭൂമി മുഴുവനും നിറഞ്ഞിരിക്കുന്നു. ദർശനത്തിൽ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പറഞ്ഞു, ഈ വൃക്ഷം വെട്ടിമുറിച്ച് കൊമ്പുകൾ ഛേദിച്ച് ഇലകൾ തല്ലിക്കൊഴിച്ച് കായകൾ ചിതറിച്ച് കളയുവൻ. വന്യമൃഗങ്ങൾ അതിന്റെ ചുവട്ടിൽ നിന്നും പക്ഷികൾ അതിന്റെ ശാഖകളിൽ നിന്നും ഓടി ഒളിക്കട്ടെ. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ദാനിയേൽ പറഞ്ഞു, ആ വൃക്ഷം രാജാവിനെയാണ് സൂചിപ്പിക്കുന്നത്. അവന്റെ മഹത്വം ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവം അവനെ താഴ്ത്തും. രാജാവിന്റെ അഹങ്കാരത്തെക്കുറിച്ച് ദൈവം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യരിൽ നിന്ന് പുറത്താക്കപ്പെട്ട മൃഗങ്ങളെപ്പോലെ ജീവിക്കേണ്ടി വരും. 7 വർഷം കഴിഞ്ഞപ്പോൾ നെബൂഖദ്നേസർ ദൈവത്തെ അംഗീകരിച്ചു. അവന്റെ ബുദ്ധി തിരികെ ലഭിച്ചു. അവന്റെ രാജ്യം വീണ്ടും അവന് ലഭിച്ചു. ദാനിയേൽ പുസ്തകത്തിന്റെ 5-ാം അധ്യായം ബെൽഷസർ രാജാവിന്റെ വിരുന്നും മതിലിലെ എഴുത്തും വിവരിക്കുന്നു. ബെൽഷസർ രാജാവ് തന്റെ മഹാരാജധാനിയിൽ വലിയ വിരുന്ന് നടത്തി ജെറുസലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധപാത്രങ്ങളിൽ നിന്ന് വീഞ്ഞു കുടിച്ച് ദൈവത്തെ അപമാനിച്ചു. പൊന്നു, വെള്ളി, ഇരുമ്പ്, മരം എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ച് യഹോവയെ അവഗണിച്ചു. അപ്രതീക്ഷിതമായി ഒരു കൈ പ്രത്യക്ഷപ്പെട്ട് മതിലിൽ ഇപ്രകാരം രേഖപ്പെടുത്തി, മെനെ മെനെ തെകേൽ പാർസീൻ. രാജാവ് ഭയന്നു. എഴുത്തു വായിച്ച് അതിന്റെ അർത്ഥം പറയുന്നതിനു വേണ്ടി ദാനിയേൽ വ്യാഖ്യാനിക്കുമെന്ന് അറിഞ്ഞപ്പോൾ രാജാവ് അവനെ വിളിച്ച് ഇപ്രകാരം വിളംബരം ചെയ്തു, ഇപ്പോൾ ഈ എഴുത്തു വായിച്ച് അതെനിക്ക് വ്യാഖ്യാനിച്ചു തരാൻ നിനക്ക് കഴിഞ്ഞാൽ ധൂമ്രവസ്ത്ര വിഭൂഷിതനായി കഴുത്തിൽ പൊന്മാല ചാർത്തി നിന്നെ രാജ്യത്തിന്റെ 3-ാം ഭരണാധികാരിയാക്കും. ദാനിയേലിന്റെ പ്രഖ്യാപനം ഇപ്രകാരമായിരുന്നു, മെനെ, ദൈവം നിന്റെ രാജ്യത്തിന്റെ നാളുകൾ എണ്ണുകയും അതിന്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. തെകേൽ, നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പാർസീൻ, നിന്റെ രാജ്യം വിഭജിച്ച് മേദിയക്കാർക്കും പേർഷ്യക്കാർക്കും നൽകിയിരിക്കുന്നു. അന്ന് രാത്രി ബെൽഷസർ കൊല്ലപ്പെട്ടു. ദാരിയൂസ് മേദ്യൻ രാജാവായി. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.